വിൽപ്പനയിലെ മൂന്നാമത്തെ അപ്രിയ സത്യം എന്ന് പറയുന്നത് മരണത്തിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ മരണത്തിന് ശേഷവും ഉയർത്തെഴുന്നേൽക്കുകയില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത്? മരണത്തിന് മുമ്പ് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഹാങ് അവർ ഈഗോ ഓൺ ടു ദ ക്രോസ്. അതായത് നമ്മൾ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചുള്ള സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഇൻറ്റേർണലായിട്ടുള്ള ഈഗോയെ ക്രോസിൽ അല്ലെങ്കിൽ കുരിശിൽ തറയ്ക്കണം. അതായത് ആ ഇൻറ്റേർണലായിട്ടുള്ള ഈഗോയെ മാറ്റി നിർത്തി ആ കസ്റ്റമർ അല്ലെ ക്ലയൻറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പറയുന്ന ആ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത്. അപ്പോൾ ഈഗോയെ മാറ്റി നിർത്തിക്കൊണ്ട് കസ്റ്റമറോടോ ക്ലയൻറ്റിനോടോ കൃത്യമായിട്ട് ഇടപെടുവാൻ കഴിഞ്ഞാൽ, ആ എക്സ്ചേഞ്ച് പ്രക്രിയയിൽ ആ അലൈൻമെൻറ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ആ ഈഗോയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുക. അപ്പം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് മരണം. ആ മരണത്തിന് ശേഷമാണ് ഉയർത്തെഴുന്നേൽപ്പെങ്കിൽ ഒരിക്കലും ഈ സിസ്റ്റം നടക്കില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴാണ്? നമ്മുടെ ആ ഈഗോയെ നമ്മൾ നശിപ്പിക്കുമ്പോൾ, ആ ഈഗോയെ നമ്മൾ അലിയിച്ച് കളയുമ്പോഴാണ് നമ്മളിൽ ആ ഇൻറ്റേർണലായിട്ടുള്ള റെസറക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇൻറ്റേർണലായിട്ടുള്ള റെസറക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മളും ആ കസ്റ്റമർ അല്ലെ ക്ലയൻറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാണ്. നമ്മളിൽ ആ എമ്പതി വർക്കൗട്ട് ആവുമ്പോൾ, നമ്മളിൽ ഗ്രാറ്റിറ്റ്യൂഡ് വർക്കൗട്ട് ആവുമ്പോൾ, നമ്മളിൽ ആ പറയുന്ന കമ്പാഷൻ വർക്കൗട്ട് ആവുമ്പോൾ ആ കസ്റ്റമറും നമ്മളും ചേർന്നുകൊണ്ടാണ് ആ ഡീൽ ഉറപ്പിക്കുന്നത്. ആ ഇൻറ്റേർണൽ പ്രോസസ്സ് ബെറ്റർ ആവുമ്പോഴാണ് ആ കസ്റ്റമറുമായിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പം മരണത്തിന് മുമ്പ് ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്ക് കഴിയണം. അതല്ല എങ്കിൽ മരണത്തിന് ശേഷവും നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയത്തില്ല. സോ റിസറക്ഷൻ എന്ന് പറയുന്നത് ആ ഈഗോ ഡെത്തിന് മുമ്പ് നടക്കണം. റിസറക്ഷൻ ഈഗോ ഡെത്തിന് മുമ്പ് നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള റിസറക്ഷൻ എന്ന് പറയുന്നത്. മരണത്തിന് ശേഷമല്ല ഉയർത്തെഴുന്നേൽപ്പ്, മരണത്തിന് മുമ്പ് നടക്കണം. ആ മരണം എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയെ നമ്മൾ കുരിശിൽ തറയ്ക്കുമ്പോഴാണ്. അപ്പം അങ്ങനെ ഈഗോയെ നമ്മൾ അലിയിച്ച് കളയുമ്പോൾ ആ കസ്റ്റമറുമായിട്ട് ചേർന്ന് നടക്കുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ വിൽപ്പന നടക്കേണ്ടത് എന്താണ്? വിൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയെ നശിപ്പിച്ചുകൊണ്ട്, ഈഗോയെ അലിയിച്ച് കളഞ്ഞുകൊണ്ട് കസ്റ്റമറും നമ്മളും ചേർന്ന് ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഒരു സെയിൽസ് പ്രൊഫഷണലായി മാറുവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു കിൽ അവർ ഈഗോ ബിഫോർ അവർ ഫിസിക്കൽ